മറ്റൊരു വാർത്തയിലേക്ക്. ദേശീയപാത 85 നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞ ഹൈക്കോടതി ഉത്തരവിനെതിരെ പ്രതിഷേധിച്ച് ഇടുക്കിയിലെ 3 പഞ്ചായത്തുകളിൽ UDF ഹർത്താൽ. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഹർത്താൽ. അടിമാലി, വെള്ളത്തൂവൽ, പള്ളിവാസൽ പഞ്ചായത്തുകളിൽ UDFും അടിമാലി പഞ്ചായത്തിൽ LDFും ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ആൽവിൻ തോമസ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് ഇടുക്കിയിൽ നിന്ന്. ആൽവിൻ, ഇപ്പോൾ 3 പഞ്ചായത്തുകളിലാണ് ഹർത്താൽ. എങ്ങനെ പുരോഗമിക്കുന്നു? അനിഷ്ട സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ആൽവിൻ? ഇതിലെ ഹർത്താൽ പൂർണ്ണമായി തന്നെ പുരോഗമിക്കുന്നു. പക്ഷേ എന്നാൽ വാഹനങ്ങൾ തടയുന്നുണ്ട് എങ്കിൽ പോലും CPMൻ്റെയും കോൺഗ്രസ് UDFിൻ്റെയും LDFിൻ്റെയും നേതൃത്വത്തിൽ വാഹനങ്ങൾ തടയുന്നുണ്ട്. പക്ഷേ 5 മിനിറ്റ് വാഹനങ്ങൾ തടഞ്ഞ കാര്യങ്ങൾ യാത്രക്കാരെ ബോധ്യപ്പെടുത്തി അവരെ പിന്നീട് യാത്ര തുടരാൻ അനുവദിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മളിവിടെ അടിമാലിയിലടക്കം കാണുന്നത്. അടിമാലിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അടിമാലിയിലെ ഒരു വശത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരും അല്ലെങ്കിൽ UDFിൻ്റെ പ്രവർത്തകരും, മറുവശത്ത് CPMൻ്റെയും അല്ലെങ്കിൽ LDFിൻ്റെയും പ്രവർത്തകരും ഒക്കെയാണ് ഇവിടെ ഇപ്പോൾ വാഹനങ്ങൾ തടയുകയും ആളുകളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വിടുകയും ഒക്കെ ചെയ്യുന്നത്. ശശിയേട്ടൻ, എന്താണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും നിലപാട് ഈ വിഷയത്തിൽ എന്താണെന്ന് ഒന്നുകൂടെ വ്യക്തമാക്കാമോ? നിലപാട് ഇന്നലത്തെ കോടതി വിധി പുനഃപരിശോധിക്കണമെന്നാണ് ഐക്യജനാധിപത്യ മുന്നണി ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ഇന്നലത്തെ വിധി എന്ന് പറയുന്നത് നമുക്കറിയാം, ഹൈറേഞ്ച് മേഖലയ്ക്ക് ഏറ്റ കനത്ത തിരിച്ചടിയാണ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ ബഹുമാന്യനായ പോരാളി ഡീൻ കുര്യാക്കോസ് MP ആയി വന്നതിന് ശേഷമാണ് നമുക്കെല്ലാവർക്കും അറിയാം, അറിയാവുന്നതുപോലെ ഈ മരം മുറിക്കലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഒരു വിധിയാണ് വന്നിരിക്കുന്നത്. മരം മുറിക്കുന്ന അനധികൃതമായി മരം മുറിച്ച് അവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ റോഡ് പണി തടയണമെന്ന് പറഞ്ഞിട്ടില്ല. അല്ല, 30 മീറ്റർ ഹൈവേക്ക് അവകാശപ്പെട്ടതാണെന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ 30 മീറ്ററിന് ഉള്ളിലുള്ള മരം മാത്രമേ വെട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതിനെതിരെയാണ് ഈ പറയുന്ന പൊതു താൽപ്പര്യ ഹർജി BJPയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് ജയചന്ദ്രൻ പോയിട്ടുള്ളത്. ആ ജയചന്ദ്രൻ്റെ പൊതു താൽപ്പര്യ ഹർജിയെക്കുറിച്ച് ഗവൺമെൻറ്റിനോട് വിശദീകരണം ചോദിച്ചപ്പം ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി അഡീഷണൽ ചീഫ് സെക്രട്ടറി ജ്യോതിലാൽ കൊടുത്ത റിപ്പോർട്ടാണ് ഹൈക്കോടതിയിൽ നിന്നും ഇങ്ങനെയൊരു വിധി ഉണ്ടാകാൻ കാരണമായത്. അത് 100% അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇങ്ങനെ റിപ്പോർട്ട് കൊടുത്തത് ഗവൺമെൻറ്റിൻ്റെ പരാജയമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതാണ് UDF പ്രവർത്തകർ പറയുന്നത്. വലിയ പരാജയം സംഭവിച്ചത് അഡീഷണൽ ചീഫ് സെക്രട്ടറി നൽകിയ വിശദീകരണത്തിൽ, അല്ലെങ്കിൽ അവർ നൽകിയ അഫിഡവിറ്റിലുണ്ടായ അപാകതകൾ, പാകപ്പിഴകളാണ് എന്നുള്ളതാണ് UDFിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വരുന്നത്. ഇതോടൊപ്പം തന്നെ LDFിൻ്റെയും CPMൻ്റെയും അടക്കമുള്ള പ്രവർത്തകർ ഇവിടെ വാഹനങ്ങൾ തടയുന്നുണ്ട്. അവരും ഈ സമരത്തിൽ പങ്കാളികളായിട്ടുണ്ട്. അടിമാലി പഞ്ചായത്തിൽ CPMും LDFും ഇന്ന് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സർക്കാരിന് പറ്റിയ പിടിപ്പുകേടെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഞങ്ങളുടെ അഭിപ്രായം, ഇത് രാജഭരണകാലത്തുള്ള റോഡാണിത്. തിരുവിതാംകൂർ രാജാവിൻ്റെ കാലത്ത്, സേതുലക്ഷ്മി ഫായിയുടെ കാലത്ത് പണിത ഈ റോഡെന്ന് പറയുന്നത് 100 അടി വീതിയുള്ള PW റോഡാണ്. ആലുവ മൂന്നാർ റോഡ്. ഈ റോഡ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ നാഷണൽ ഹൈവേ പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം ഇതിൻ്റെ ഒരു വികസനത്തിലേക്ക് കടന്നുവന്ന് ജോയ്സ് ജോർജ് MP ആയിരുന്ന ഘട്ടത്തിലാണ് ഇതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് തുടക്കം കുറിച്ചതും ആദ്യഘട്ടത്തിൽ നിർമ്മാണം ആരംഭിക്കാൻ കഴിഞ്ഞതും. എന്നാൽ ഇപ്പോൾ സംഭവിച്ചത് എന്താണ്? ഇത് സംഭവിച്ചെന്ന് പറയുന്നത്, നാഷണൽ ഹൈവേ ഈ റോഡ് നിർമ്മിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ അവിടെ മരം മുറിച്ച് റോഡ് നിർമ്മിക്കുന്നതിന് PW റോഡാണെന്ന് ഇതിനു മുമ്പ് ഉത്തരവിട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയെ കൊണ്ട് പരിവേഷ് പോർട്ടലിൽ ആപ്ലിക്കേഷൻ കൊടുപ്പിച്ചു. സ്വാഭാവികമായി പരിവേഷ് പോർട്ടലിലെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വനഭൂമിയിലൂടെ റോഡ് വെട്ടുന്നതിനാണ് പരിവേഷ് പോർട്ടലിൻ്റെ അനുവാദത്തിൻ്റെ ആവശ്യമുള്ളൂ. എന്നാൽ ഇവിടെ സംഭവിച്ചെന്താണ്? ഇവിടെ പരിവേഷ് പോർട്ടലിൽ ആപ്ലിക്കേഷൻ കൊടുത്തതിലൂടെ വനത്തിലൂടെ റോഡ് വെട്ടണം എന്ന നിലപാട് വന്നതാണ് ഈ പ്രതിസന്ധിക്ക് കാരണമായത്. യഥാർത്ഥത്തിൽ ഈ റോഡ് എന്ന് പറയുന്നത് 100 അടി വീതിയുള്ള PW റോഡാണ്. ആലുവ മൂന്നാർ ദേശീയപാത. അതിനകത്ത് സ്വാഭാവികമായി നമ്മുടെ നേര്യമംഗലം മുതൽ വാളറ വരെ വളർന്ന് പന്തലിച്ചിരിക്കുന്ന മരങ്ങൾ, നിരവധി ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. ഈ കാര്യത്തിൽ ഡീൻ കുര്യാക്കോസ് MP മുൻകൈയെടുത്താണ് ഈ പരിവേഷ് പോർട്ടലിലൂടെ നാഷണൽ ഹൈവേ അതോറിറ്റിയെ കൊണ്ട് പ്രേരിപ്പിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിസന്ധി രൂപപ്പെടുകയും ഇവിടെ BJPയുടെ നേതാവായിരുന്ന നമ്മുടെ MN ജയേന്ദ്രൻ, മുൻ ജില്ലാ പ്രസിഡൻ്റാണ്, ഇപ്പോൾ അവരുടെ എന്തോ പരിസ്ഥിതി സംഘടനയുടെ നേതാവാണ്, അദ്ദേഹമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പോയത്. സ്വാഭാവികമായി ഇരയ്ക്കൊപ്പവും വേട്ടക്കാരനൊപ്പവും നിൽക്കുന്ന സമീപനമാണ് BJP ഈ കാര്യത്തിൽ സ്വീകരിച്ചത്. കോൺഗ്രസിനും ഈ കാര്യത്തിൽ പങ്കുണ്ട് എന്നാണ്
രാഷ്ട്രീയ പ്രതിവാദങ്ങൾ അത് അവർ CPM-ഉം അല്ലെങ്കിൽ കോൺഗ്രസും UDF-ഉം ഒക്കെ പരസ്പരം ഉന്നയിക്കുകയാണ്. BJP മറുവശത്ത് ഒരു ഹർജിക്കാരനായി BJP-യുടെ റോളും ഇതിൽ വഹിക്കുന്നു. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ദേശീയപാതയുടെ നിർമ്മാണം മുടക്കം കൂടാതെ നടക്കണമെന്നുള്ളതാണ്. അതിന് വേണ്ട സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് വേണ്ട മുന്നൊരുക്കങ്ങൾ അത് ഹൈക്കോടതിയിൽ അടക്കം സമർപ്പിക്കേണ്ടത് സർക്കാരാണ്. അതിന് വേണ്ട മുൻകൈ എടുക്കേണ്ട ജനപ്രതിനിധികളാണ്. ഇതൊക്കെ കൃത്യമായി ചെയ്തുകൊണ്ട് ഈ ദേശീയപാതയുടെ നിർമ്മാണം സുഗമമായി പൂർത്തിയാക്കുന്നതിന് വേണ്ട നടപടികളാണ് വേണ്ടത് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ പറയേണ്ടത്. രാഷ്ട്രീയ പ്രതിവാദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോഴും തുടരുകയാണ്. ശരി, ആ രാഷ്ട്രീയ പ്രതിവാദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുടരുകയാണ്. അപ്പോഴും ഈ നടപടികൾ പൂർത്തിയാകുന്നില്ല എന്നുള്ളതാണ് സാധാരണ ജനങ്ങളുടെ പ്രശ്നം. ഇന്നിപ്പോൾ ഹർത്താൽ ആചരിക്കുകയാണ്. ഒരു പഞ്ചായത്തിൽ LDF-ഉം മറ്റ് 3 പഞ്ചായത്തുകളിൽ UDF-ഉം. ആൽവിൻ തോമസാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.